this video, we are starting a new chapter in plant physiology, which is cellular respiration. So, cellular respiration basically it is the production of energy by breakdown of complex organic molecules. Organic molecules in a breakdown ചെയ്ത് അതിൽ നിന്നും ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ബ്രേക്ക് ഡൗൺ ചെയ്യിക്കുന്ന കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ഓർ റെസ്പിറേറ്ററി ഫ്യൂവൽസ് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഹയർ ഓർഗാനിസം, നമ്മൾ ഉൾപ്പെടുന്ന ഹയർ ഓർഗാനിസംസിന് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് ആയ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, ഓർഗാനിക് ആസിഡ്സ് ഇവയിൽ നിന്നൊക്കെയാണ് നമ്മൾക്ക് വേണ്ട റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സിനെ കിട്ടുന്നത്. അപ്പൊ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു? നമ്മൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ബട്ട് ഇൻ പ്ലാന്റ്സ് they have an ability to prepare their own respiratory substrates which is glucose. അപ്പൊ അവർക്ക് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട് ത്രൂ എ പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് ഒക്കെ നല്ലപോലെ പഠിക്കുക. അപ്പൊ അവിടെ നിന്ന് പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ, അവർക്ക് വേണ്ട ഗ്ലൂക്കോസിനെ അവർ തന്നെ പ്രിപ്പയർ ചെയ്യും. നമ്മൾക്കാണെങ്കിലും പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. പക്ഷെ നമ്മൾക്ക് അത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ. നമ്മളത് വി ആർ കൺസ്യൂമേഴ്സ്. നമ്മൾ പ്ലാന്റ്സിനെയും മറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂക്കോസ് അവരിൽ നിന്നും എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിന് മറ്റോ ക്ലോറോഫില്ലൈറ്റ് ഓർഗാനിസംസിനൊക്കെ ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ എനിവേ ഗ്ലൂക്കോസ് എന്ത് ചെയ്യാണ്? ഈ സ്റ്റെപ്പില് സെല്ലുലാർ റെസ്പിറേഷനില് സെല്ലുലാർ ലെവലിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മൾ ഈ പ്രോസസ്സിൽ, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത്. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഫസ്റ്റ് ടൈപ്പ് ഈസ് അനൈറോബിക് റെസ്പിറേഷൻ ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഈസ് എയറോബിക് റെസ്പിറേഷൻ. അനൈറോബിക് ആൻഡ് എയറോബിക് റെസ്പിറേഷൻ. പേര് പോലെ തന്നെ അനൈറോബിക് എന്ന് പറയുന്നത് ഓക്സിജൻ ആവശ്യമുള്ള റെസ്പിറേഷൻ ആണ്, ഓക്സിജൻ ആവശ്യമില്ലാത്ത റെസ്പിറേഷൻ ആണ് അനൈറോബിക്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇവിടെ ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് എയറോബിക് റെസ്പിറേഷൻ. നമുക്ക് ആദ്യം അനൈറോബിക് റെസ്പിറേഷൻ ഒന്ന് പരിശോധിക്കാം. അനൈറോബിക് ആണെങ്കിലും എയറോബിക് ആണെങ്കിലും ഇപ്പൊ പറയുന്ന സ്റ്റെപ്പ് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഈസ് നമ്മുടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയ ഗ്ലൂക്കോസ് will converts to pyruvic acid. Glucose is a 6-carbon compound and pyruvic acid is a 3-carbon compound. This step, the step in which glucose is getting converted to pyruvic acid is called glycolysis. Glyco means glucose. Lysis means breakdown. Breakdown of glucose, which is called glycolysis. And it will take place in സൈറ്റോപ്ലാസം. എയറോബിക്കിലും അനൈറോബിക്കിലും കോമൺ ആയിട്ട് കാണുന്ന സ്റ്റെപ്പാണ് ഗ്ലൂക്കോസ്. ദെൻ ദ ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് പിന്നീട് എന്തായി മാറുന്നു എന്നുള്ളത് എയറോബിക്കിലും അനൈറോബിക്കിലും ഡിഫറെന്റ് ആണ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പ്, എയറോബിക്കിന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അത് ഏത് സെല്ലിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നീടുള്ള പൈറുവിക് ആസിഡിന്റെ ജേർണി. ദെൻ ഇവിടെ പൈറുവിക് ആസിഡ്, ഇവിടെ ഉണ്ടായ പൈറുവിക് ആസിഡ് 3-carbon കോമ്പൗണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, ഇവിടെ 3-carbon കോമ്പൗണ്ട് ആണ് പൈറുവിക് ആസിഡ്. നമ്മുടെ ഗ്ലൂക്കോസ് 6-carbon, അപ്പൊ 2 molecules ഓഫ് പൈറുവിക് ആസിഡ്. ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇത് രണ്ട് എയറോബിക്കിലും അനൈറോബിക്കിലും കോമൺ ആയിട്ട് നടക്കുന്നതാണ്. ആൻഡ് ദെൻ ദിസ് പൈറുവിക് ആസിഡ് വിൽ ഗെറ്റ് കൺവേർട്സ് ടു പൈറുവിക് ആസിഡ്. ഈസ്റ്റ് നമുക്കറിയാവുന്ന ഒരു ഓർഗാനിസം ആണ് ഈസ്റ്റ്. ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ഈ പൈറുവിക് ആസിഡിനെ അവർ എന്ത് ചെയ്യും? 2 molecules ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റുന്നു. 2 molecules ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റും. അതിനോടൊപ്പം ഒരു 2 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെയും റിലീസ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫെർമെന്റേഷൻ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫെർമെന്റേഷൻ. ഈ പ്രോസസ്സ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രോസസ്സ് എവിടെയാണ്? നമ്മുടെ വീട്ടിലൊക്കെ മാവൊക്കെ ഈസ്റ്റുമായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ സാധിക്കും.
അതെന്തുകൊണ്ടാണ്? ഈസ്റ്റിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ മാവിനെ ഉപയോഗിച്ച് അത് എന്ത് നടത്തും? ഗ്ലൈക്കോളിസിസ് വഴി പൈറുവിക് ആസിഡ് ഉണ്ടാക്കും. Then this pyruvic acid will then converts to ethyl alcohol and carbon dioxide. ചില മാവിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് കാണാൻ സാധിക്കും. എന്താണ്? ആ ഹോൾസിലൂടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നതാണ്. അപ്പൊ ഈഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സിന്റെ പേരാണ് ഫെർമെന്റേഷൻ. ഓക്കെ, അപ്പൊ ഈസ്റ്റിലേക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാകുന്നു. 4 കാർബൺ ഹിയർ, 2 കാർബൺ ഹിയർ, സോ 6 കാർബൺ, എല്ലാം ബാലൻസ്ഡ് ആണ്. അപ്പൊ ഈസ്റ്റ് പോലുള്ള ഓർഗാനിസംസിൽ ഫെർമെന്റേഷൻ ആണ് പിന്നീട് പൈറുവിക് ആസിഡ്, ഓക്സിജന്റെ ആബ്സെൻസിൽ അവിടെ എന്ത് ചെയ്യും? പൈറുവിക് ആസിഡിനെ അവർ ഫെർമെന്റേഷൻ വഴി ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നു. ഇനി അനൈറോബിക് റെസ്പിറേഷൻ നമ്മളുടെയൊക്കെ ബോഡിയിൽ നടക്കുന്നത് നമ്മളുടെ മസിൽ സെൽസില് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ല എങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും എന്നറിയാമോ? 2 molecules ഓഫ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ മസിൽ സെൽസിൽ ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നതിന്റെ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മസിൽ ഫെറ്റീഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ലാക്റ്റിക് ആസിഡ് ഈസ് എ 3 കാർബൺ കോമ്പൗണ്ട്. സോ 2 മോളിക്യൂൾസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഓക്കെയാണ് 6 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 2 വ്യത്യസ്ത തരത്തിലുള്ള anaerobic respiration നമ്മൾ പരിചയപ്പെട്ടു. In the case of yeast, this pyruvic acid will convert to ethyl alcohol and carbon dioxide. The process is called fermentation. In muscle cells, pyruvic acid will convert to lactic acid, and the accumulation of lactic acid in the muscle cells is called, the condition is called the muscle fatigue. അപ്പോൾ ഇതാണ് anaerobic respiration. ഇനി aerobic respiration-ലോട്ട് വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് is common for both glycolysis. അപ്പൊ ആദ്യം ഗ്ലൂക്കോസ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറി കഴിയുമ്പോൾ പൈറുവിക് ആസിഡില് ആയി കഴിയുമ്പോൾ ഇവിടെ ഓക്സിജൻ ഉണ്ടെങ്കിൽ പൈറുവിക് ആസിഡ് നേരെ അടുത്ത സ്റ്റെപ്പിലോട്ട് എൻ്റർ ചെയ്യാണ്, ക്രബ് സൈക്കിളിലോട്ടൊക്കെ എൻ്റർ ചെയ്യാണ്. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് ഓക്സിജന്റെ പ്രസൻസിൽ, എയറോബിക് അതുകൊണ്ട് ഓക്സിജന്റെ പ്രസൻസിൽ എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിലോ കലോറി ഓഫ് എനർജിയുമായിട്ട് മാറുന്നു. ഇത് 674 കിലോ കലോറി ഓഫ് എനർജി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗണിന്റെ സമയത്ത്. ഇവിടെയാണെങ്കിൽ ഒരു 56 കിലോ കലോറി. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വേഷൻ ഈസ് നോട്ട് ബാലൻസ്ഡ്. ഓക്സിജൻ എല്ലാം ബാലൻസ് ചെയ്യുമ്പോൾ 26. ഈ ഇക്വേഷൻ നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഇക്വേഷൻ ആണ്, ഗ്ലൂക്കോസിന്റെ സ്പ്ലിറ്റിങ്. അപ്പൊ ഇവിടെ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിജന്റെ പ്രസൻസിലാണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പ് ഉണ്ട്, വിച്ച് ഈസ് ഗ്ലൈക്കോലിസിസ്. ആൻഡ് ദെൻ ദിസ് പൈറുവിക് ആസിഡ് വിൽ എൻറ്റേഴ്സ് ടു ദി ക്രബ് സൈക്കിൾ. ക്രബ് സൈക്കിൾ കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടുത്തെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. And the last step is oxidative phosphorylation. അപ്പൊ ഈ 4 സ്റ്റെപ്പിലാണ് എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. സോ എന്തായാലും അനേറോബിക് റെസ്പിറേഷൻ പഠിച്ചു. എയറോബിക് റെസ്പിറേഷന്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് ഞാൻ ഇപ്പോൾ തന്നിട്ടുണ്ട്. കാരണം ഇത് മൊത്തത്തിൽ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് പരിശോധിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് നോക്കാം.